ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് നല്ല ഒരു ദിവസം ഉണ്ടാകട്ടെ. നിൻ്റെ ചുറ്റിലും ഈശോ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ ദിവസം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോ ഒരു പിശാച് ബാധിതനായ ഒരു മകനെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല. അവസാനം ശിഷ്യന്മാരെല്ലാം കൂടി എന്നിട്ട് ഈശോയോട് ചോദിക്കുന്നൊരു ചോദ്യം, ഇത് അവർക്ക് എന്തുകൊണ്ട് സാധിക്കാൻ പറ്റാത്തതെന്നുള്ളത്. അവരോട് സംസാരിക്കുമ്പോൾ ഈശോ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 9-ാമത്തെ അധ്യായം 29-ാം തിരുവചനം. അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോവുകയില്ല. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകില്ല. ഈ വർഗം എന്ന് പറഞ്ഞാൽ പിശാച്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, നീ നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ, പ്രാർത്ഥനയിൽ നീ ആഴപ്പെട്ടാൽ, നിനക്ക് പിശാചിനെയും അവൻ്റെ സാന്നിധ്യങ്ങളെയും പ്രവർത്തനങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ പറ്റും. പിന്നെ നീ എന്തിനെ പേടിക്കേണ്ടത്? പിന്നെ എന്താണ് നിനക്ക് ഈ ലോകത്തിലുള്ള പ്രോബ്ലം? തിന്മയെ ബഹിഷ്കരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ പിന്നെ മുഴുവൻ അനുഗ്രഹമല്ലേ, പിന്നെ ദൈവത്തോട് ചേർന്നിരിക്കലല്ലേ. ഒന്നേ വേണ്ടൂ പ്രിയ സഹോദര സഹോദരി, പ്രാർത്ഥനയിൽ നീ ആഴപ്പെടുക, കൂടുതൽ ആഴപ്പെടുക. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ നിമിഷം നിൻ്റെ സാന്നിധ്യത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തി നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാ